ഹായ് യേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. കൂടെ ഹൈപ്പ് എന്ന ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമുക്ക് നേരം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്നുണ്ട് മുട്ടത്തോട് കൊണ്ടുള്ള കിടിലൻ ടിപ്സാണ് കേട്ടോ. മുട്ടത്തോട് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഒരു 2 മിനിറ്റ് ആവി കയറ്റിയെടുക്കാം. ആവി കയറ്റിയിട്ട് അത് ഫാനിൻ്റെ അടിയിൽ വെച്ചോ അല്ലെങ്കിൽ വെയിലിൽ വെച്ചോ ഒന്ന് ഉണക്കിയതിന് ശേഷം ഇതുപോലെ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് കല്ലുപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്കതൊന്ന് അരിച്ചും കൂടെ എടുക്കണം. ഇതിൻ്റെ ഫൈനായിട്ടുള്ള പൗഡർ മാത്രം നമുക്ക് മതിയാവും. ഇതിൻ്റെ ആ ബാലൻസ് വരുന്ന പോർഷൻ നമുക്ക് കളയേണ്ട ആവശ്യമില്ല. കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കറിയുള്ള പാത്രങ്ങളൊക്കെ കഴുകുകയാണെങ്കിൽ നന്നായിട്ട് തൂവെള്ളയായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. മാത്രമല്ല ഈ പൊടി നമുക്ക് ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ചെടികളിൽ പൂക്കൾ ഉണ്ടാവാനും ചെടി നന്നായിട്ട് വളരാനും സഹായിക്കും. അപ്പോൾ ഫൈനായിട്ടുള്ള പൗഡറിൽ നിന്ന് ഞാൻ കുറച്ചൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് പേസ്റ്റുമാണ് കേട്ടോ. നിങ്ങൾ ഏത് പേസ്റ്റാണ് യൂസ് ചെയ്യുന്നത് അത് ഏതാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഡെയിലി നമ്മൾ പല്ല് തേക്കുന്ന സമയത്ത് ഈ ഒരു മിക്സ് ഉപയോഗിച്ച് മാത്രം നമ്മൾ പല്ല് തേച്ച് വരികയാണെങ്കിൽ പല്ലിലുള്ള എല്ലാ പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. മഞ്ഞക്കറകളൊക്കെ പോയിട്ട് പല്ല് നന്നായിട്ട് തൂവെള്ളയായിട്ട് കിട്ടാനും അതുപോലെ തന്നെ പല്ലിലെ കാൽഷ്യക്കുറവ് ഉണ്ടാകുമ്പോൾ കുഞ്ഞു കുഞ്ഞു കുത്തുകളൊക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാം. അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നതാണ്. ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പെട്ടെന്നൊന്നും കേടാവുന്നില്ല. അപ്പോൾ മുട്ടത്തോട് നിങ്ങൾ ഇതുപോലെ എടുത്ത് വെച്ച് പൊടിച്ച് സൂക്ഷിച്ച് വെക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. വൈകുന്നേരം കുട്ടികൾ സ്കൂളിട്ട് വരുന്ന സമയത്ത് നമ്മൾ ചെയ്ത് കൊടുക്കാൻ പറ്റിയ അടിപൊളിയും നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് പൊരിയാണ്. എന്നിട്ട് അത് മിക്സി ജാറിലിട്ടിട്ട് നന്നായിട്ട് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എടുക്കുന്നത് കുറച്ച് ദോശമാവാണ്. രാവിലെ ദോശ ചുട്ടതിൻ്റെ ബാക്കി മാവാണ്. ഇത് വൈകുന്നേരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് കുട്ടികൾ അത് കഴിക്കണമെന്നില്ല. എന്നാൽ ഈ രീതിയിൽ നിങ്ങൾ കുറച്ച് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് മക്കൾ കഴിക്കും. അപ്പോൾ പൊരി ഞാൻ പൊടിച്ചിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഏലക്ക പൊടിയാണ് കേട്ടോ. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഇതിലേക്ക് കുറച്ച് റവ ആഡ് ചെയ്ത് കൊടുത്തിരുന്നു, ഒരു 2 ടേബിൾ സ്പൂൺ. അതിപ്പോൾ കാണിക്കാൻ വീഡിയോയിൽ വിട്ടു പോയതാണ് കേട്ടോ. ഇനി മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഞാനൊരു 2 അച്ച് ശർക്കര എടുത്തിട്ട് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പാനിയാക്കി എടുക്കുന്നുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് അത് മെൽറ്റായി കിട്ടുന്നതാണ്. ഇനി ആവശ്യത്തിന് ശർക്കര പാനിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ദോശമാവിൻ്റെ കൺസിസ്റ്റൻസി ആവുന്നവരെ നമുക്ക് ഈ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഈ ഒരു ശർക്കര ചേർത്ത് കൊടുക്കുന്ന സമയത്താണ് നല്ലൊരു ഫ്ലേവറായിട്ട് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളടുത്ത് ശർക്കര ഉണ്ടെങ്കിൽ അത് തന്നെ നിങ്ങൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മളുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാക്കൊത്ത് നെയ്യിലൊന്ന് വറുത്തതിന് ശേഷം ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ദോശമാവ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് സോഫ്റ്റ് ആയിട്ടും കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് ബേക്കിംഗ് സോഡ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ചൂടായ ഉണ്ണിയപ്പ ചട്ടിയിൽ ഇതുപോലെ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ കുട്ടികൾ സ്കൂളിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതായി കിട്ടും കേട്ടോ. പൊരിയൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് വെന്ത് കിട്ടുന്നതാണ്. പൊരി കൊണ്ടുള്ള കുറേ വേറെയും റെസിപ്പികളുണ്ട്, അതൊക്കെ ഞാൻ വരുന്ന വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഒരു സൈഡൊന്ന് വെന്തതിന് ശേഷം തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡും ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും കൂടെ അറിയിക്കുക കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരത്തിന് പകരമായിട്ട് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ട് നല്ല കളർഫുൾ ആയിട്ട് സ്പൈസി ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ള എല്ലാം ഞാൻ ഈ രീതിയിലൊന്ന് ചുട്ടെടുക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചട്ടിയിൽ അപ്പം പോലെയും ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, പുറത്ത് നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് ആരെടുത്ത് നല്ല അടിപൊളിയായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ദോശയും ഇഡലിയൊക്കെ കഴിക്കാത്ത മക്കൾക്ക് നിങ്ങൾ ഈ രീതിയിലൊന്നും ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവർ കഴിച്ചോളും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം.
ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാവരും നേരിടുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ് അകാലനര, മുടികൊഴിച്ചിൽ, താരൻ എന്നിവ. എന്നാൽ വളരെ എളുപ്പത്തിൽ യാതൊരു കെമിക്കൽസും ഇല്ലാതെ തന്നെ നമുക്കിത് വീട്ടിൽ പരിഹരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബദാമാണ് ട്ടോ. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് ബദാം. അപ്പോൾ നിങ്ങളതൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും. ഞാൻ വീഡിയോൻ്റെ ലെങ്ത് കൂടുമെന്ന് വിചാരിച്ചിട്ട് അതൊന്നും ഇവിടെ പറയുന്നില്ല. ബദാമിൻ്റെ ഹെയർ ഓയിലൊക്കെ ഉണ്ട് ട്ടോ. അത് യൂസ് ചെയ്യുന്നവർക്കൊക്കെ അതിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോൾ ഫസ്റ്റത്തെ ടിപ്പിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ആവശ്യമായിട്ട് വരുന്നത് 2 ബദാമാണ് ട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് അധികം തന്നെ ഉണ്ടാക്കിയിട്ട് ഇത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. യാതൊരു കേടും തന്നെ സംഭവിക്കുന്നതല്ല. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലൊരു ചെറിയൊരു കമ്പി കഷ്ണാണ്. എന്നിട്ട് അതിലേക്ക് നമുക്ക് എത്രയാണോ ബദാം വേണ്ടത് അത് ഇതുപോലൊന്ന് കുത്തി കൊടുക്കാം. നരച്ച മുടി കാണുമ്പോൾ നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു വലിയ തെറ്റാണ് കെമിക്കലൊക്കെ അടങ്ങിയിട്ടുള്ള ഇൻസ്റ്റന്റ് ഡൈ ഒക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ അത് താൽക്കാലികം നമുക്കൊരു റിസൾട്ട് കിട്ടുമെന്നുണ്ടെങ്കിലും മുടി പൊട്ടിപ്പോവാനും അതുപോലെ തന്നെ നരച്ച മുടി കൂടുതൽ നരയ്ക്കാനും കാരണമാകുന്നതാണ്. എന്നാൽ അതൊന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല കിടിലൻ 2 ടിപ്പാണ് ഞാൻ ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ ശരിക്കും ഷോക്കാവും. അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് അതിന് മുകളിലായിട്ടും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ പെട്ടെന്ന് നമുക്കിത് കരിഞ്ഞ് കിട്ടും ട്ടോ. വളരെ പെട്ടെന്ന് നമുക്കിത് റെഡിയായി കിട്ടുന്നതാണ്. നമ്മൾ കൈകൊണ്ട് തൊടുന്ന സമയത്ത് അത് നന്നായിട്ട് പൊടിഞ്ഞു വരണം. ആ ഒരു പരുവം വരെ തന്നെ നമുക്കിത് ഇതുപോലൊന്ന് ചെയ്തെടുക്കാം. ഗ്യാസിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ മെഴുകുതിരിയോ വിളക്കോ കത്തിച്ച് വെച്ചതിന് ശേഷം ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക ട്ടോ. അത്രയൊന്നും ഗ്യാസൊന്നും ചിലവായില്ല. പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയായി കിട്ടുന്നതാണ്. എല്ലാ ഭാഗത്തും ഒരുപോലെ ആകുന്നത് വരെ നമുക്ക് ഇതുപോലെ തിരിച്ചും മറിച്ചും ഒന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇത് കരിച്ചെടുക്കാം. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കൈ വെച്ചിട്ടൊന്ന് പൊടിച്ചെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നന്നായിട്ട് നമുക്കിവിടെ പൊടിഞ്ഞ് കിട്ടുന്നുണ്ട്. നരച്ച മുടിയിൽ പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയ ചോക്കുകളും അതുപോലെ തന്നെ പെൻസില് ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അതിന് പകരമൊക്കെ ആയിട്ട് നമുക്ക് ഇതുപോലെ കുറച്ച് അധികം തന്നെ പൊടിച്ച് നമ്മളൊരു കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്ന് പുറത്തേക്ക് പോകണം എന്നുണ്ടെങ്കിലൊക്കെ ജസ്റ്റ് ഒന്ന് ഇതിൽ കയ്യിലൊന്ന് നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നരച്ച മുടിയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് നന്നായിട്ട് ബ്ലാക്കായി വരും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ കളർ നിങ്ങൾ വിചാരിക്കുക നമ്മുടെ ഡ്രസ്സിലൊക്കെ പിടിക്കുക, കോളറിലൊക്കെ പിടിക്കുമെന്ന്. എന്നാൽ ഒരു തുള്ളി പോലും നമ്മളെ ഡ്രസ്സിലോ എവിടെയും പറ്റി പിടിക്കുന്നതല്ല. കാരണം ഇത് നമ്മൾ തേച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം വെച്ച് കഴുകിയാൽ പോലും അത് ഒലിച്ചു പോകുന്നില്ല. അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. അതിൻ്റെ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ഒക്കെ ഉള്ളത് ഞാൻ ഇതുപോലെ ഒന്ന് ഇടിക്കല്ലിൽ വെച്ചിട്ട് നന്നായിട്ട് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ കുറച്ച് അധികം തന്നെ ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ ചെറിയ മിക്സി ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താലും മതിയാവും. അപ്പോൾ നല്ല ഫൈനായിട്ട് നമുക്കിവിടെ കിട്ടും കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പൊടിച്ചെടുത്ത് കുറച്ച് വാസ്ലൈൻ ഒന്ന് ആക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് വരികയാണെങ്കിലും അത് ഒലിച്ചൊന്നും പോവില്ല. നന്നായിട്ട് മുടിയിൽ പിടിച്ചിരുന്നോളും. അപ്പോൾ ആ ടിപ്പും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വാസ്ലൈനിന് പകരമായിട്ട് നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ടുള്ള കറ്റാർവാഴ ജെല്ലോ അല്ലെങ്കിൽ ആവണക്കെണ്ണയോ ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ കറ്റാർവാഴയുടെ ഫ്രഷ് ജെല്ലാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഈ രീതിയിലൊക്കെ നാച്ചുറലായിട്ട് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് മുടിയിൽ തേച്ച് കൊടുക്കാവുന്നതാണ്. ഇതുമൂലം യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവുന്നതല്ല. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നിങ്ങൾ കണ്ടില്ലേ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നമ്മൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് ഒരു 10-15 മിനിറ്റ് തലയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ കഴുകിക്കളയാം. ഷാമ്പോ സോപ്പോ ഉപയോഗിക്കരുത് കേട്ടോ. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഇതിൽ കുറേ നരച്ചുമുടികൾ ഉണ്ടല്ലേ. ആദ്യമായിട്ട് ഒരു നരച്ചുമുടിയൊക്കെ വിസിബിൾ ആയിട്ട് വന്നിരുന്നുള്ളൂ. അപ്പോൾ കെമിക്കൽ ഡൈ പെട്ടെന്ന് അങ്ങ് യൂസ് ചെയ്തു. അങ്ങനെ യൂസ് ചെയ്തതിന് ശേഷം ഒരു 1-2 ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ കൂടുതൽ നരച്ചുമുടികൾ വരുന്നതായിട്ട് കണ്ടു. അതിനുശേഷം പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഇതുപോലുള്ള ഡൈ ആണ് കേട്ടോ യൂസ് ചെയ്ത് വന്നിരുന്നത്. ഇപ്പോൾ നരച്ചുമുടിയുടെ എണ്ണം കുറവായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഒരേ അളവിലുള്ള 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യമായിട്ടുള്ള വരുന്നത് ഒരു സവാളയാണ്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് മൺചിരാത് ഉണ്ടെങ്കിൽ അതും എടുക്കാം കേട്ടോ. നമ്മൾ ബദാം ഒന്ന് കുത്തി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പിയും എടുത്തിട്ടുണ്ട്. ബദാം പെട്ടെന്നൊന്ന് കത്തിക്കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നെയ്യിലൊന്ന് കോട്ട് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഇതുപോലെ ഒന്ന് കത്തിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യിന് പകരമായിട്ട് ആവണക്കെണ്ണയും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു ബദാമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ കുറച്ച് അധികം ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് അധികം തന്നെ എടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ബദാം ഒന്ന് കത്തിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് ഒരു സ്റ്റീൽ പ്ലേറ്റ് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഈ രീതിയിലൊന്ന് വെച്ച് കൊടുക്കാം. ഈ നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ള ബദാമൊക്കെ നന്നായിട്ട് കത്തിയാൽ പോക നമ്മളുടെ ഈ പാത്രത്തിലേക്ക് വന്നിട്ട് നന്നായിട്ട് കരി കിട്ടുന്നതാണ്. ഇത് നാച്ചുറൽ ആയിട്ടുള്ള കരിയാണ് കേട്ടോ. പണ്ടൊക്കെ കൺമേശി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ രീതിയിലാണ് എല്ലാവരും ട്രൈ ചെയ്തിരുന്നത്. കരി ഉണ്ടാക്കിയെടുത്തതിന് ശേഷം
കുറച്ച് ആവണക്കെണ്ണയിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ കൺപിരികത്തിലും അതുപോലെ തന്നെ കൺപോളകളിലൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പിരികം കട്ടി വരാനും നന്നായിട്ട് കറുത്ത് വരാനും സഹായിക്കുന്നതാണ്. അപ്പോൾ ആ ടിപ്പും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഇത്രയും കരി ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നിങ്ങൾക്ക് എത്ര കരിയാണോ വേണ്ടത് അതുപോലെ ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. യാതൊരു കേടും തന്നെ സംഭവിക്കുന്നതല്ല. അപ്പോൾ ഇത്രയും കരി എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇതും നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. വേറൊന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ തന്നെ നമ്മൾ തേച്ച് കൊടുക്കുകയാണെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ പോലും അത് ഒലിച്ചു പോവില്ല കേട്ടോ. അപ്പോൾ ലൈവായിട്ട് ഞാൻ കാണിച്ചു തന്നില്ലേ. നിങ്ങളെല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ.